കേരളത്തിൽ ഇത്രയും നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലേ? പിന്നെ വേണ്ടായോ പാചകം ചെയ്യാനായിട്ട് അപ്പുറത്തെ വേലമ്പുഴി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വെച്ച് അവരിങ്ങനെ തെരളി ഉണ്ടാക്കി ദേവാറായപ്പോഴേ കൗരവന്മാര് കണ്ടുപിടിച്ചു. പാണ്ഡവന്മാർ 5 പേരുടെ സ്ഥലമാണ്. പാണ്ഡവർ ഇവിടെ താമസിച്ചല്ലേ? താമസിച്ചല്ല, ഒളിച്ചു താമസിച്ച. ഓ പറഞ്ഞതാ, എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞതാ. മക്കളെ, ഞാൻ നട്ട മരമാണ്. എൻ്റെ ചെറുപ്പകാലത്ത് നട്ട മരമാണത്. ഞാൻ അന്ന് ഇവിടുത്തെ ഭരണസമിതിയിലുള്ളതായിരുന്നു. അന്ന് അങ്ങനെ നട്ടതാണ്. അപ്പൊ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്തോ? ഐവർകാല. പാണ്ഡവന്മാർ 5 പേരുടെ സ്ഥലമാണ്. പാണ്ഡവർ ഇവിടെ താമസിച്ചല്ലേ? താമസിച്ചല്ല, ഒളിച്ചു താമസിച്ച. ഈ ഒരു സ്ഥലത്തല്ലേ? അതെ, കുറെ നാള്. ഇതെന്ത് സ്കൂളാണോ? അതെ, അത് സന്ധ്യാലയം, അത് സ്കൂള്. അവിടെ സ്കൂളുണ്ടല്ലേ? അടിപൊളി സ്ഥലമാണല്ലോ. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇത്രയും നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലേ? പിന്നെ വേണ്ടായോ, നമുക്ക് ആവശ്യമില്ലയോ? ഈ മരം അപ്പച്ചന്റെ പ്രായമുണ്ട്. അതെ അതെ. ഇല്ല അപ്പച്ചന്റെ പ്രായമില്ലല്ലേ? ഇത് ഞാൻ 74 75 തൊട്ടതാണ്. അപ്പച്ചന് എത്ര വയസ്സുണ്ട്? 85 വയസ്സുണ്ട്. ഇനി നമുക്ക് അടിപൊളി 2 സ്ഥലം കൂടെ കാണാനുണ്ടല്ലേ? അതുകൂടെ കണ്ടാലോ? കാണാം. ഏതൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരണം കേട്ടോ. ഓ പറഞ്ഞുതരാം, എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പച്ചന്റെ പേരെന്തുവാ? നാണുപിള്ള ചേട്ടൻ. വീടിവിടെ അടുത്താണോ? പിന്നെ ഒരു ഫർലാങ്ങേ ഉള്ളു. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഇപ്പൊ ഞാനും മോനും മരുമോളും ഒരു മോനും. ഇത് നമ്മൾ അപൂർവമായിട്ട് കണ്ടിട്ടുണ്ട് ഈ കളത്തട്ടൊക്കെ. സദ്യല്ല, ഇതുപോലെയുള്ള കളത്തട്ടൊക്കെയാണ്. ഇല്ല കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ 2 എണ്ണം കാണും. അപ്പൊ ഈ കളത്തിന്റെ പ്രത്യേകത എന്താ പറ്റാ? ഇത് കായംകുളം രാജാവിന്റെ കാലത്ത് പണിഞ്ഞതാണെന്ന് പറയുന്നു. അതല്ലേ? അറിയില്ല. അദ്ദേഹം ആ ക്ഷേത്രവും പണിഞ്ഞെന്ന് പറയുന്നു. ആ ക്ഷേത്രത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് നാട്ടുകാർക്ക് ഇരിക്കാനായിട്ട് പണി കൊടുത്തതാണ് ഇത് കേട്ടോ. അങ്ങനെ പണിഞ്ഞാണ് ഈ 2 കളത്തട്ട്. 2 ഉണ്ടല്ലേ? 2 ഫുള്ള് തടിയില്ല, എല്ലാം തടിയാണ്. ഈ ക്ഷേത്രത്തിന്റെ പേരെന്താ പറ്റാ? ബീച്ചപ്പിൽ ദേവി ക്ഷേത്രം, ഭദ്രവള്ളി ക്ഷേത്രമാണ്. ഏകദേശം എത്ര വർഷം പഴക്കം കാണും? അതൊന്നും നമുക്കറിയാം. ഒരുപാട് തലമുറകളുള്ളത്. അവിടെ റോഡൊക്കെ പുരോഗമിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലേ? ഇല്ല, എന്തുവാ ചെയ്യുന്നത്? ഇപ്പഴും പൊളിഞ്ഞ് കിടക്കല്ലയോ? പക്ഷെ നല്ല വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടുണ്ടല്ലേ? പിന്നെ ഒരു കുഴപ്പമില്ല. നമ്മുടെ പുത്തൂർ എങ്ങോട്ട് ഒരെണ്ണമില്ലായിരുന്നോ? പുത്തൂരുണ്ട്. പുത്തൂരില്ലേ കളത്തിട്ട്? അത് പൊളിച്ചു മാറ്റി ഇപ്പൊ പുതുതായിട്ട് പറഞ്ഞു കാൺക്രീറ്റ് ചെയ്തു. തടിയെല്ലാം എടുത്ത് കളഞ്ഞു. നല്ല തടിയായിരുന്നത്, ഇതുപോലെ പറഞ്ഞായിരുന്നത്. അപ്പൊ ഈ സ്ഥലം ഒന്നുകൂടെ പറയാമോ? സ്ഥലം ഐവർകാല. പാണ്ഡവർ 5 പേരുടെ സ്ഥലം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പാണ്ഡവർ ഒളിച്ചു താമസ സ്ഥലമാണ്. അടിപൊളി. അങ്ങനെ അവരെ പിടിക്കാനായിട്ട് അപ്പുറത്ത് താമസിച്ചിരുന്ന കൗരവന്മാര്. അതായത് അപ്പച്ചനെ കണ്ട് ഈ ആൽമരത്തിന്റെ ചോട്ടി അതോ? അല്ലല്ലേ കേട്ടോ, ഈ പഞ്ചപാണ്ഡവന്മാർ ഈ അപ്പച്ചന്റെ ആൽമരത്തിന്റെ ചോട്ടിലാണ് താമസം. അവരിവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഏരിയ മൊത്തമുണ്ട്. അവര് വിളിച്ച് താമസിച്ച ഒരു പാചകം ചെയ്യാനായിട്ട് അപ്പുറത്തെ വേലമ്പുഴി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, 2 കിലോമീറ്റർ അപ്പുറം. അവിടെ വെച്ച് അവരിങ്ങനെ തെരളി ഉണ്ടാക്കി ദേവാറായപ്പോഴേ കൗരവന്മാര് കണ്ടുപിടിച്ചു. അവര് ചെല്ലുന്ന അവര് പാണ്ഡവർ ഇതെടുത്ത് കളഞ്ഞിട്ട് നേരെ മലവണ്ടയിലേക്ക് കൂടിക്കളഞ്ഞു. അങ്ങനെ മലവണ്ട ക്ഷേത്രത്തിന് ഒരു പ്രാധാന്യം ഉണ്ടായത്. അങ്ങനെയൊക്കെ ഉണ്ട്. ദുര്യോധനൻ മലവണ്ട ക്ഷേത്രത്തിന് ഒരു പ്രാധാന്യം ഇല്ലയോ? അതങ്ങനെ ഇവിടുന്ന് ഒളിച്ചോടിപ്പോയ സമയത്ത് അവിടെ ചെന്ന് താമസമായതാണ്. ഇത് അപ്പച്ചന്റെ കൊച്ചുനാളി മുതലേ കളത്തിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ ഭരണസമിതിയിലുള്ളപ്പോഴാണ് ഇതിന്റെ തറ ഇങ്ങനെ ബലപ്പെടുത്തിയത്, അങ്ങോട്ട് ഇങ്ങോട്ട് വലയാതിരിക്കാനായിട്ട്. ഇതെന്തോ തടിയിലാ ചെയ്തേക്കുന്നത്? ആഞ്ഞിലി, ഫുള്ള് ആഞ്ഞിലിയാ. ഭയങ്കര കൊത്തുപണിയല്ലേ? മൊത്തം ആഞ്ഞിലിയാ, ഫുള്ള് ആഞ്ഞിലിയാ. ഇതൊക്കെ ഓരോ തടിയാ, ഓരോ തരമാ. അതോ? പിന്നെ ഓരോ മരം പരിചയം കരിപ്പിക്കുക, അതാ അതിന്റെ പ്രത്യേകത. അടിപൊളി. എന്തായാലും ഇപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. നല്ല കൊത്തുപണികളൊക്കെ ഉണ്ട് ഇതില്ലേ? ഉണ്ട്, നല്ലോണം സൂക്ഷിക്കല്ലേ? നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. നഷ്ടപ്പെടാൻ പാടില്ല. കാര്യം നമ്മുടെ പൈതൃകമാണ്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത്. എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. വളരെ സന്തോഷം. ഇങ്ങനെയൊക്കെ സമയം കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷം.